ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ ബാബു, കെ. വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാർക്ക്ധരൻ, ആർ.കെ. ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ സുമതി സുന്ദരൻ, ഒ.എ. ജൻറിൻ, ഇ.കെ. ബിജു, വാസന്തി തിലകൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇ.ബി. സുമിത, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സീന അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഓഫ് ബറോഡ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ അനൂപ് കർഷകർക്ക് ക്ലാസ് എടുത്തു. മതിലകം ബ്ലോക്കിലെ 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച മത്സ്യകർഷകർക്കുള്ള അവാർഡുകൾ എം.എൽ.എ. വിതരണം ചെയ്തു. കൂടാതെ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയിൽ ജില്ലയിൽ ഏറ്റവും നന്നായി തീരശുചീകരണം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹരായ എടത്തിരുത്തി മതിലകം ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഉപഹാരവും നൽകി. ചെമ്മീൻ കുഞ്ഞുങ്ങളെ അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതൊന്ന് ശാസ്ത്രീയമായ രീതിയിൽ വന്നാൽ അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം. ചില തോടുകളാണെങ്കിൽ മറ്റൊന്നും ബന്ധമില്ലാത്ത തോടുകളുണ്ട്. ഞാനിപ്പോൾ അബ്ദുള്ള സമ്മാനം കിട്ടാൻ ആദരിക്കപ്പെടുന്ന കർഷകരാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോയി. അദ്ദേഹത്തിന് വീട്ടിൽ പോകുമ്പോൾ വേറെ സ്ഥലവും ഇല്ല. അവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഇത് പോകുന്നത് അവിടെ എന്തോരോണെന്ന് അറിയും. നമ്മൾ ഈ ടാങ്കൊക്കെ യുദ്ധം ചെയ്യാൻ ടാങ്കുകളെ പോലെ ഈ ബ്രാല് 1.5-2 കിലോയുള്ള ബ്രാലിന് ഇങ്ങനെ നിൽക്കുന്നത് ഇതൊരു രസമായിട്ടറിയാം. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. 1 കിലോന് 450, ഏറ്റവും 450 വരെ കുറവുണ്ട്. നല്ല സീസണൊക്കെ ആണെങ്കിൽ 600-650 രൂപ 1 കിലോന് കിട്ടുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു കൃഷിയും അവരുടെ ആദായമൊക്കെ ഉണ്ടാക്കാൻ എന്ത് കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂടി നമ്മുടെ കുളങ്ങൾ, തോടുകൾ, നദികൾ, കനാലുകൾ, അതുപോലെ പിന്നെ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട് അല്ലേ. നമ്മൾ ഈ പുഴയുടെ തീരത്ത് എടുത്തിട്ടുള്ള